പണച്ചിലവ് ഏറെയുള്ള കലോത്സവ ഇനങ്ങളിൽ പങ്കെടുക്കാൻ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ചമയവും വേഷഭൂഷാദികളും നൽകി തൃശൂരിലെ നന്ദനം ഡാൻസ് കളക്ഷൻസ്. ഏത് ഇനത്തിൽ മത്സരിക്കുന്നവർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും സൗജന്യമായി നൽകുമെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. സ്കൂളിൽ നിന്നുള്ള പ്രധാന അധ്യാപകന്റെ കത്തും തിരിച്ചറിയൽ രേഖകളും നൽകിയാൽ അർഹതയുള്ളവർക്ക് എല്ലാം സൗജന്യമായി ഇവിടെ നിന്ന് ലഭിക്കും. തൃശ്ശൂരിൽ കലോത്സവത്തിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് തൃശ്ശൂരിൽ ഒരു കടയുണ്ട്. അതായത് ഈ കലോത്സവത്തിന് എത്തുന്ന കുട്ടികൾക്ക് തികച്ചും സൗജന്യമായി വസ്ത്രങ്ങൾ നൽകുന്ന ഒരു കട. അതാണ് നന്ദനം ഡാൻസ് കളക്ഷൻ. തൃശ്ശൂർ MG റോഡിലുള്ള കടയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സൗജന്യമായി ഈ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നതെന്ന് ഇവരോട് ചോദിക്കേണ്ടതുണ്ട്. എല്ലാത്തരം വസ്ത്രങ്ങളും, അതായത് ക്ലാസിക്കൽ നൃത്തമാവട്ടെ, നാടോടി നൃത്തമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങളാവട്ടെ, പ്രച്ഛന്ന വേഷങ്ങളാവട്ടെ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കടയാണ്. ഇതെല്ലാം അർഹതപ്പെട്ടവർക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് തികച്ചും സൗജന്യമായാണ് ഈ കട ഉടമകൾ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കട ഉടമയെ തന്നെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സജീവ് ചേട്ടാ, ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ സൗജന്യമായി വസ്ത്രങ്ങൾ നൽകാമെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയത്? ഇല്ല, ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് ഭരണ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടിയും ഒരു ഇതാണല്ലോ. അത് കഴിഞ്ഞ വർഷം നമ്മളൊരു യാദൃശ്ചികമായ ഒരു തോന്നിയതാണ്. ഒരു 10 കുട്ടികളെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമുക്കതൊരു സൗജന്യമായിട്ട് കൊടുത്തുകൂടെയെന്ന്. അത് കഴിഞ്ഞ വർഷം സക്സസ് ആയി. അതുകൊണ്ട് ഈ വട്ടം നമ്മൾ കുറച്ചും കൂടിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അത് ഡ്രസ് ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും എല്ലാതും. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങളൊരു 55 കുട്ടികളോളം ഇതിൻ്റെ നമുക്ക് കൊടുക്കാൻ പറ്റി. അത് ഈ വട്ടം ഒരു 100 കുട്ടികളാണ് അവിടേക്കാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും എന്താണ് മാനദണ്ഡം? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായി വാങ്ങാൻ ശേഷിയില്ലാത്ത ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ചും സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായം എന്നുള്ള രീതിയിലാണോ ഇത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കൂടുതൽ ഇത് ആവശ്യം വരിക ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളാണ്. അവർക്ക് കലാപരമായിട്ട് കഴിവ് കൂടുതലുണ്ടാവും. പക്ഷേ കോസ്റ്റ്യൂംസിൻ്റെ ലെവലിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ചെറിയ സഹായം. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പത്രത്തിൽ ചെറിയ കോളമായിട്ട് വന്ന ന്യൂസാണ്. അതേമാതിരി പലരും പല ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പല തിരക്കിൻ്റെ ഇടയിൽ പലതും മറന്നു വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഇവിടെ കിടന്നിങ്ങനെ ഓടി നടക്കും. നമ്മൾ പല കലോത്സവത്തിനും പോയിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ തവണ വന്ന ചില കുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ മറന്നു വന്ന ചില കുട്ടികളുണ്ട് പുറം ജില്ലകളിൽ നിന്നൊക്കെ. അവർക്ക് വരെ സൗജന്യമായി ഇവിടുന്ന് ഡ്രസ്സ് കൊടുത്തു എന്നുള്ളതാണ്. അതെ, കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തിരുവാതിര കളിക്ക് വന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ തിരക്കിൻ്റെ ഇടയിൽ ഡ്രസ്സ് മാത്രം എടുത്തു, ഓർണമെൻറ്റ്സ് എടുത്തില്ല. അപ്പോൾ ഈ മീഡിയ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് അവരിവിടെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തു അവർക്കുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും. അവരുടെ അധ്യാപകൻ്റെ ഒരു ID പ്രൂഫാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. എത്ര വർഷമായി ഈ ഒരു കട തുടങ്ങിയിട്ട്? നമ്മുടെ ഷോപ്പ് 25 വർഷമായി തൃശ്ശൂർ തുടങ്ങിയിട്ട്. ഇപ്പം നിലവിൽ ഇരിഞ്ഞാലക്കുട, പാലക്കാട് 3 ഷോപ്പുണ്ട്. അതായത് പ്രധാന അധ്യാപകന്റെ ഒരു ലെറ്റർ മാത്രം മതി. അർഹതപ്പെട്ട കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇവർ വസ്ത്രങ്ങൾ നൽകും. കഴിഞ്ഞ വർഷം 55 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ സൗജന്യമായി വസ്ത്രങ്ങൾ നൽകിയത്. നമുക്ക് നോക്കാം, ഇവിടെ ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾക്കായി, അത് കുച്ചിപ്പുടി ആണെങ്കിലും ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും അതിനൊക്കെയുള്ള വസ്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ആവശ്യക്കാർക്ക്, അതായത് തികച്ചും അർഹതപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കട ഉടമ പറയുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സമാനമായി നൽകിയിരുന്നു. ഇവിടെ നമുക്ക് കാണാം ഈ ആടയാഭരണങ്ങൾ, ഈ ഒരു നൃത്തങ്ങൾക്കൊക്കെ ആവശ്യമായ ആടയാഭരണങ്ങൾ മാത്രമല്ല, ഈ കട മൊത്തം ഇത്തരത്തിലുള്ള ഈ കിരീടമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രച്ഛന്ന വേഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഇത്തരത്തിൽ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കടയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും ഇതൊക്കെ എത്രയാണ്? ഇതിപ്പോൾ സൗജന്യം അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ എത്രത്തോളം വില വരും ഇതിന്? നമുക്ക് ഏകദേശം ഒരു 2500. നമുക്ക് ഫുള്ള് എല്ലാം ഒറിജിനൽ ഓർണമെൻറ്റ്സ് ആണ് ടെമ്പിളിൻ്റെ. അപ്പോൾ നമുക്ക് 2500 തൊട്ട് നമുക്ക് വാടകയ്ക്ക് വരുന്ന ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കുട്ടികൾക്കും. ഇവർ ശരിക്കും ലാഭനഷ്ടങ്ങളൊന്നും നോക്കുന്നില്ല കേട്ടോ. കാരണം ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ നഷ്ടമായിരിക്കും. പക്ഷെ അതൊന്നും നോക്കാതെ കുട്ടികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് നൽകുക എന്നുള്ള ഒരു രീതിയിലാണ് സൗജന്യമായിട്ട് ഈ ഒരു വസ്ത്രങ്ങളൊക്കെ നൽകുന്നത് അല്ലേ? അതെ, തീർച്ചയായും. എന്താണ് പറയാനുള്ളത്? ഈ ഇങ്ങനെ ഒരു കുട്ടികൾക്ക് നൽകുമ്പോൾ ശരിക്കും മനസ്സിലൊരു സന്തോഷമുണ്ട്. എന്താണ്? അതെ, വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോൾ കലോത്സവത്തിൽ കുട്ടികൾ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ഇവിടെയുള്ള ജില്ലകളിലുള്ള സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ കുറവായിട്ടാണ് ഇവിടെയുള്ള കോസ്റ്റ്യൂം കൊടുക്കാറുള്ളത്. അപ്പോഴന്നെ അവർ പറയാറുണ്ട് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് വളരെ ഇവിടെ വില കുറവാണെന്നാണ് പറയാറുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്.
തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് നിരവധി കുട്ടികൾ ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ വസ്ത്രങ്ങളെല്ലാം വാടകയ്ക്ക് എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് മാത്രമല്ല പുറം ജില്ലകളിൽ നിന്ന് വസ്ത്രം എടുക്കാൻ മറന്നു വന്ന കുട്ടികൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ തികച്ചും സൗജന്യമായാണ് ഈ ഒരു നന്ദനം കടയിൽ നിന്നും വസ്ത്രങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കട ഉടമയ്ക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും വലിയ ഒരു അഭിനന്ദനങ്ങൾ, ഒരു ആശംസകൾ നൽകുകയാണ്. ഇത്തരത്തിലുള്ള സൽപ്രവർത്തികൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ.